ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുക്ക് സ്റ്റഡിയാണ്. ബുക്ക് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നതാണ്. വാസ്തവത്തിൽ ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ലേഖനങ്ങളായിരുന്നു. വാസ്തവത്തിൽ പൗലോസ് കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, ഇതെല്ലാം എന്തുവാ? ചർച്ച് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് എഴുതുന്ന ലേഖനങ്ങളാണ്. സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് എഴുതുന്ന ലേഖനങ്ങളാണ്, കത്തുകളാണ് ടെക്നിക്കലി. അതല്ല, പുതിയ നിയമത്തിലല്ല. സുവിശേഷങ്ങളൊന്നും അങ്ങനല്ല, പ്രവൃത്തികളും അങ്ങനല്ല. സുവിശേഷങ്ങൾ യേശുവിൻ്റെ ജീവചരിത്രമാണ്. അത് വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ എഴുതുന്നതാണ്. ആർക്കാ എഴുതുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് എന്തുവാ? ആദ്യകാലത്തെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ആദ്യകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ ഏതൊരു പുസ്തകവും നമ്മളെടുത്ത് പഠിപ്പിക്കുന്നതിന് മുൻപ് അത് എഴുതപ്പെട്ട പശ്ചാത്തലവും എഴുതപ്പെട്ട കാരണവും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എഴുതിക്കോ, പുസ്തക പഠന രീതി. പുസ്തക പഠന രീതിയിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, ഈ ഗ്രന്ഥം, ബ്രാക്കറ്റ് വേണമെങ്കിൽ ലേഖനം ഒന്നും കൂടെ എഴുതിക്കോ, ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ലേഖനം എഴുതപ്പെടുവാനുള്ള സാഹചര്യം. രണ്ട്, സാധാരണ നമ്മൾ പറയുന്ന പോലെ ആരെഴുതി, ആർക്കെഴുതി. മൂന്ന് അല്ലെങ്കിൽ നാല്, ആരെഴുതി എന്നുള്ളത് അത് രണ്ട്. അടുത്തത് എഴുത്തുകാരൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ആദ്യത്തേത് എന്തുവാ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ? ഇത് എഴുതാനുള്ള കാരണം എന്തായിരുന്നു? ഏത് സാഹചര്യത്തിലാണ് ഈ ഇങ്ങനൊരു ലേഖനം പൗലോസിന് അല്ലെങ്കിൽ പത്രോസിന് എഴുതുവാൻ കാരണമായി തീർന്നത്? കൊരിന്ത്യ ലേഖനം പഠിച്ചാൽ ഏതാണ്ട് അതിൻ്റെ ഒരു 11-ാം അധ്യായം, 7-ാം അധ്യായം തോന്നുന്നു. 1 കൊരിന്ത്യർ 7-ാം അധ്യായം എന്ന് വായിച്ചേ. നിങ്ങൾ എഴുതി അറിയിച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് കൊരിന്ത്യ സഭക്കാര് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കത്തെഴുതി. അവിടുത്തെ സഭയിലെ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇതെങ്ങനെയാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ ഒരു വിഷയം എങ്ങനായിരിക്കും എന്ന് പൗലോസിന് എഴുതിയതിൻ്റെ വെളിച്ചത്തിലാണ് ആ ലേഖനം എഴുതുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം 7-ാം അധ്യായം തൊട്ട് സ്പെസിഫിക്കായ അവർ ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ലേഖനവും പഠിക്കുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ചോണം. വാട്ട് മെയ്ഡ് പോൾ ഓർ പീറ്റർ റൈറ്റ് ദിസ് ലെറ്റർ? എന്തായിരുന്നു ഈ ലേഖനം എഴുതുന്നതിൻ്റെ പുറകിലെ കാരണം? ഇവിടെ പറയുന്നു, നിങ്ങൾ എഴുതി അയച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ, ശ്രദ്ധിച്ചേ, അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം അവിടെ ശ്രദ്ധ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ദിസ് ഈസ്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇത് ഞാൻ കൽപ്പനയായിട്ടല്ല. ഓർക്കുന്നു നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കണം. എൻ്റെ ഒരു സജഷനാണ്. ഉദാഹരണം, ഞാനിവിടെ കസേര ഇടാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, കസേര ഇങ്ങനെ വേണം നിങ്ങൾ ഇടാനായിട്ട്. അതിനാ 5 എണ്ണം ഒന്നിച്ചിട്ടാ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, കുഴപ്പത്തിൻ്റെ അല്ല പ്രശ്നം. തിരുവത്താഴം കൊടുക്കണമെങ്കിൽ എളുപ്പം ഏതാ? ഇങ്ങനെ കൊടുക്കുക എന്നല്ലത്. മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ആളുടെ കൈ തട്ടാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 3-ാമത്തെ ആൾക്ക് കൊടുത്ത്, 2-ാമത്തെ ആൾക്ക് കൊടുത്ത്, 3-ാമത്തെ ആൾക്ക് കൊടുക്കണം. അതിന് പകരം നമ്മളങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴത്തേനും എന്ത് ചെയ്യും? ആദ്യത്തെ ആൾ നമ്മുടെ എന്ത് ചെയ്തിരിക്കും? എടുത്തിരിക്കും. അപ്പോഴത്തേനും അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനും ഇയാൾ കുടിക്കാൻ തുടങ്ങുന്നത് തട്ടുകയും ചെയ്യും, താഴെ പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമോ എന്ന് ചോദിച്ചാൽ വചനത്തിൽ അതിന് തെളിവൊന്നുമില്ല. പിന്നെ ശുശ്രൂഷയുടെ
ഭംഗിക്ക് വേണ്ടി ആണ് നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിന്നി ചെതറിയിരിക്കേണ്ട ആളുകൾ, അപ്പോൾ അവരോട് പറയേണ്ടി വരും, പറഞ്ഞിരിക്കുക തിരുവത്താഴ് ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വന്ന് മുമ്പോട്ടിരിക്കുക. കാരണം ശുശ്രൂഷയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട്. അത് കൽപ്പനയായിട്ടല്ല. അതെന്നെ എങ്ങനെ ഇരുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലോ. എൻ്റെ കുഞ്ഞ്, സ്വർഗത്തിൽ പോകുന്നതല്ലല്ലോ ഇപ്പം ഇവിടെ വിഷയം. ഇപ്പം ഇവിടെ വിഷയം ഇത് മാന്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോഴത്തെ സ്വർഗത്തിൽ പോകുന്ന രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം അത് തന്നെ. പക്ഷെ ഇപ്പം സ്വർഗത്തിൽ പോകാൻ റെഡി ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്നതല്ലല്ലോ. ഇപ്പോൾ ഇത് തിരുവത്താഴ എടുക്കാൻ നമ്മൾ. അപ്പോൾ ചില കാര്യങ്ങൾ കൽപ്പനയായിട്ടല്ല, നിർദ്ദേശമായിട്ട് പൗലോസ് പറയുക. അതാ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വായിച്ചോ. അപ്പോൾ ഇവർ ചോദിച്ചു, ഇതിങ്ങനെ ഇത്രയും പ്രശ്നമുള്ളൊരു വിഷയമാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കൊരിന്ത്യ സഭയിലത്തെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു സ്ത്രീ വിഷയം. പൗലോസ് പറയുന്നു, സ്ത്രീയെ തൊടാതിരിക്കുക ഏറ്റവും നല്ലത്. എന്നാൽ നിങ്ങൾക്ക് തൊടാതെ ജീവിക്കത്തക്ക ഉള്ള ഒരു ഇന്ദ്രിയ ജയം നിങ്ങൾക്കില്ലാത്തതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും കല്യാണം കഴിച്ച് ജീവിക്കുക ഏറ്റവും നല്ലത്. വായിച്ചോ. എന്നിട്ട് പറഞ്ഞു, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. അധികാരമുള്ളത്. അവിടാണ് വിഷയം. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും നിങ്ങൾ ചേർന്നിരിക്കണം. ശ്രദ്ധിക്കുക, വീണ്ടും പറയുന്നു, ഇത് ഞാൻ കൽപ്പനയായിട്ടല്ല, ഒരു അനുവാദമായിട്ട് നിങ്ങൾക്ക് തരുന്നതാ. അപ്പം ദൈവവചനം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതും നമ്മൾ തിരിച്ചറിയണം. ഏതാ കൽപ്പനയാണോ, ഇത് പ്രായോഗിക ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ആ സാഹചര്യത്തിൽ ആ സഭയിൽ പൗലോസ് അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. ഇനി വായിച്ചു നോക്കോ. എല്ലാവരും എന്നെ പോലെ ജീവിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒരുത്തന് അതിന് വരം ലഭിച്ചിട്ടില്ല, വേറൊരുവന് അങ്ങനെയും അവന് കൊടുത്തിരിക്കുന്ന പോലെ ജീവിക്കട്ടെ. അവിടെ വന്നപ്പോൾ വിവരം മാറി. ഇനി ഇത്രയും നേരം പൗലോസിന്റെ അഭിപ്രായം പറഞ്ഞ പൗലോസ് ഇനി പറയുന്നു, കർത്താവിൻ്റെ കൽപ്പനയാ ഇനി ഞാൻ പറയുന്നത്. അതെന്തുവാ കർത്താവിൻ്റെ കൽപ്പന? ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. ഡിവോഴ്സ് ദൈവവചനം അനുവദിക്കുന്നില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിവോഴ്സ് ആയാൽ വിവാഹം കൂടാതെ കഴിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പ്രശ്നം കിടക്കുന്നു. ഇപ്പം ഇതൊരു വലിയ വിഷയമാണ് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ. ഡിവോഴ്സ് ഈസ് എ ബിഗ് ഇഷ്യൂ. വിവാഹമോചനം ഒരു വലിയ പ്രതിസന്ധിയായിപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണ്ടേ? ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. വിവാഹമോചനം അനുവദനീയമാണോ? ആണെങ്കിൽ ഏത് കാരണത്താൽ? ഇനി ആ കാരണത്താൽ വിവാഹമോചനം നേടിയവർക്ക് പുനർവിവാഹം ചെയ്യാമോ? നമ്മുടെ സഭയുടെ നിലപാടെന്നാ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. വിവാഹമോചനം അനുവദനീയമാണ്. കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ്റെ വെളിച്ചത്തിൽ ആദ്യത്തെ കണ്ടീഷൻ എന്നാണെന്നറിയാമോ? ദൈവം യോജിപ്പിച്ചതിനെ എന്ത് ചെയ്യരുത്,
മനുഷ്യന് വേർപിരിക്കുക. പല കല്യാണങ്ങളും ദൈവമല്ല യോജിപ്പിക്കുന്നത്. ഇവിടെ ജീവിതത്തിലൊരു തക്ക തുണ എന്നുള്ളതല്ല പലരുടെയും ലക്ഷ്യം. അവളെ കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യാം, വിദേശത്തേക്ക് പോവാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ലേഖനം എഴുതുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു അസായറിൽ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ വിവാഹമോചനം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമല്ലായിരുന്നു. പക്ഷേ ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അത് അനുവദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞ് ഉപേക്ഷണ പത്രം കൊടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്നാ? ലീഗൽ ഡിവോഴ്സ്മെൻറ്റാ. അതിന് നിയമപരമായ രേഖ കൊടുക്കുകയാണ്. ആരെ? ഉപേക്ഷിക്കപ്പെട്ടവളെ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുത്. അല്ലോ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവളെ അല്ലല്ലോ. ഏത് കാരണത്താലാണ് ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവുകളെ ഉപേക്ഷിച്ചത്? വേറെ ദിവസം പറയുന്നു പരസംഗം നിമിത്തം. അല്ല, പിന്നെയും വേറെ ദിവസം പിന്നെയും പറയുന്നുണ്ട് വിശ്വാസം നിമിത്തം ഉപേക്ഷിക്കപ്പെട്ടവളുണ്ട്. അവിശ്വാസിയായിരിക്കുന്ന ഒരു ഭർത്താവ് പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ പാർക്കാൻ താല്പര്യമില്ല, നീ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ പാർക്കുന്നത് നിന്നെ ഉപേക്ഷിക്കുന്നു. വചനം പറയുന്നു അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ? പിരിയട്ടെ. അല്ല, നിനക്ക് സഹിച്ച് നിൽക്കാമോ? നിന്നോ. പക്ഷെ ഇവള് സഹിച്ച് നിൽക്കാൻ തയ്യാറാണ്, അയാൾ നിർത്തിക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവള് സഹിച്ച് നിൽക്കാൻ തയ്യാറാ, പക്ഷെ അയാൾക്ക് സമ്മതമല്ല. അവിശ്വാസിയല്ല, അവിശ്വാസി. അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ എന്ത് ചെയ്യാം? അല്ലാതെ വിശ്വാസിക്ക് ഡിവോഴ്സ് പത്രം കൊടുക്കാൻ പറ്റത്തില്ല. അവിശ്വാസിക്ക്. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്തുവാ? ദൈവം യോജിപ്പിച്ചതല്ലാത്ത വിവാഹം. ദൈവം യോജിപ്പിച്ചതിനെ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം പാടില്ല. നാലാമത്തെ കാരണം അതെങ്ങനെ ഞാൻ തിരിച്ചറിയും? കാരണം ദൈവം യോജിപ്പിക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥയുണ്ട്. ഒരു വിശ്വാസി വിവാഹം കഴിക്കാൻ വിശ്വാസിയെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വേദപുസ്തകം അനുവദിച്ചിട്ടുള്ളൂ. ഒരു വിശ്വാസിയെ അല്ല അവൻ കെട്ടുന്നതിന് ദൈവം യോജിപ്പിച്ചത്. കാരണം അതിനകത്ത് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ഇല്ല. ഞാൻ പോയൊരു ഹിന്ദുവിനെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവപ്രസാദമോ ദൈവത്തിൻ്റെ ഒന്നുമില്ല. കാരണം ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാൻ വേദപുസ്തകം എന്ത് ചെയ്യുന്നുള്ളൂ? അനുവദിക്കുന്നുള്ളൂ. അത് ദൈവം യോജിപ്പിച്ചതാണ്. നാലാമത്തത് ചതിക്കപ്പെട്ടതുണ്ട്. ചതിക്കപ്പെട്ടതുണ്ട് വിവാഹത്തിൽ. അങ്ങനെയുള്ളൊക്കെ കാരണങ്ങളാൽ വിവാഹബന്ധം എന്ത് ചെയ്യാം? പക്ഷെ അതെല്ലാം തെളിയിക്കണം. ഇനി അവർക്ക് വേറെ വിവാഹം കഴിക്കാമോ? തീർച്ചയായിട്ടും കഴിക്കാം. ഇതുപോലൊരു ചതി ഇനി ആവരുതെന്നേ ഉള്ളൂ. അത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുക ഏറ്റവും. അപ്പോഴാ ഒരു ലേഖനം എഴുതിയതിൻ്റെ, അപ്പോൾ നമ്മൾ കൊരിന്ത്യ ലേഖനം എഴുതാനുള്ളതിൻ്റെ കാരണമാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ ഓരോ ലേഖനത്തിൻ്റെ പുറകിലും there is a reason, ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫിലോമോൻ്റെ ലേഖനം എഴുതുന്നതിൻ്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്തുവന്നാ ഞാൻ പറഞ്ഞു തന്നെ? വിശ്വാസത്തിൽ പോരാടാൻ. അത് യൂദായുടെ ലേഖനമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് യൂദയാ നമ്മളോട് പറഞ്ഞു. ഫിലോമോൻ്റെ ലേഖനം എഴുതാൻ കാര്യം എന്താ? അതെ, ഫിലോമോൻ്റെ അടിമയായിരുന്ന ഒനേസിമോസ് ഫിലോമോനെ കളിപ്പിച്ച് അവൻ്റെ പണവുമായിട്ട് അവൻ്റെ അടിയിൽ നിന്ന് എന്തിനറിയാം ഓടിപ്പോയി. അങ്ങനെ അവൻ ചെന്ന് പെട്ടത് പൗലോസിൻ്റെ കയ്യിലാണ്. അങ്ങനെ അവിടെ വെച്ച് അവൻ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്നു. അവനെ തിരിച്ച് ഫിലോമോൻ്റെ അടുക്ക പറഞ്ഞയക്കുമ്പോൾ ഒനേസിമോസിൻ്റെ കൈ കൊടുത്തയക്കുന്ന കത്താണ്, നീ
ഒനേസിമോസിനെ തിരിച്ചെടുക്കണമെന്ന് ഫിലോമോനോട് റെക്കമെൻഡ് ചെയ്ത് എഴുതുന്ന ഒരു കത്താണ്. അവിടെ വാദങ്ങൾ നമുക്ക് ഒത്തിരി കാണാം. ഇതുപോലെ ഓരോ ലേഖനങ്ങളുടെയും പുറകിലൊരു കത്തുണ്ട്. ആ കത്തുകളുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മളതിനെ ഇടയ ലേഖനങ്ങൾ, പൊതുലേഖനങ്ങൾ എന്നൊക്കെ എഴുതിയേക്കുന്നത്. തിമോത്തിയോസ്, തീത്തോസ്, 1, 2 തിമോത്തിയോസ്, തീത്തോസ് ലേഖനങ്ങളെല്ലാം ഒരു ഇടയൻ്റെ ദൗത്യത്തെക്കുറിച്ചും ഇടയവൃത്തിയെക്കുറിച്ചും പൗലോസ് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ്. അത് പ്രധാനമായിട്ട് ഇടയന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, ആരെയാണ് ഇടയനാക്കേണ്ടത്, ഇടയൻ്റെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നു, ഇളയവരെയും നിൻ്റെ സഹോദരിമാരെ പോലെ വേണം നീ കാണാൻ, മൂത്തവരെയും നിൻ്റെ അമ്മമാരെ പോലെ വേണം കാണാനായിട്ട്. എല്ലാം പൗലോസ് എന്ത് ചെയ്യുന്നുണ്ടോ അറിയാമോ? അക്കമിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ പഠിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ അവസാനത്തെ അധ്യായം യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ചില വാക്കുകളൊന്ന് വായിച്ചേ. ആ ആ ആ ആ ആ പക്ഷേ അതിന് കുറച്ച് മുമ്പ് പറയുന്നുണ്ട്. ആ വായിച്ചോ. ആ ആ ആ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ ആ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം യേശുവാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവാണെന്ന് പലയിടത്തായി വെളിപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണം, ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ ശമര്യക്കാരി സ്ത്രീ പറഞ്ഞു, മശിയ വരുമ്പോൾ, മശിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വരുമ്പോൾ ഞങ്ങൾക്ക്, കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാകുന്നു ആ മശിയ. വളരെ പ്ലെയിനായിട്ട്. വേറൊരു ഭാഗത്ത് ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. യേശുവാണ് അഭിഷക്തനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിൽ യേശുവിനെ ക്രിസ്തുവായിട്ട്, അഭിഷക്തനായ മശിഹായായിട്ട് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. അഭിഷക്തൻ, അനോയിൻറ്റഡ്. ക്രിസ്തു എന്നുള്ളതിന് അർത്ഥം ക്രിസ്റ്റോസ്, അഭിഷക്തൻ, അനോയിൻറ്റഡ് എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഓരോ സുവിശേഷവും എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ മത്തായിയോ ലൂക്കോസോ ആരംഭിച്ചതുപോലല്ല, യേശുവിൻ്റെ വംശാവലിയിൽ, മാനുഷിക വംശാവലി അല്ല യോഹന്നാൻ കൊണ്ടുവരുന്നത്. യോഹന്നാൻ കൊണ്ടുവരുന്നത് ഇൻ ദ ബിഗിനിങ്, ആദ്യം മുതലുള്ളവനായവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങളത് കണ്ടു. അപ്പം ഓരോ സുവിശേഷത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലേഖനത്തിൻ്റെയും പുറകിൽ ഒരു വലിയ ഉദ്ദേശം എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ എഴുത്തുകാരൻ്റെ ഉദ്ദേശത്തെ എന്ത് ചെയ്യരുത്, മറക്കരുത്. എഴുത്തുകാരൻ്റെ ഉദ്ദേശത്തെ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തോട്
നീതി പുലർത്തിയിട്ടായിരിക്കണം നമ്മളും എന്ത് ചെയ്യേണ്ടത്? പ്രസംഗം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതി. എന്തുവാ? ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ എഴുത്തുകാരൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ നോക്കണം, ആരാ എഴുതിയേ? പറയുന്നുണ്ട് എല്ലാ സുവിശേഷകന്മാരും, എല്ലാ ലേഖനങ്ങളും കാണാം, യേശുക്രിസ്തുവിൻ്റെ ദാസനാകുന്ന പൗലോസ്. ലേഖനം എല്ലാ എഴുത്തിൻ്റെയും പുറകിൽ ആരാ ഇത് എഴുതുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ആ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. ഞാൻ എത്ര പ്രസംഗിച്ചാലും എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും എൻ്റെ വ്യക്തിത്വം എന്ത് ചെയ്തിരിക്കും? വെളിപ്പെട്ടിരിക്കും. ഉറപ്പാത്. അതുകൊണ്ടാണ് നമ്മൾ ലേഖന എഴുത്തുകാരൻ ആരാന്ന് നോക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ, എബ്രായ ലേഖനം പഠിച്ചാൽ എബ്രായ ലേഖനത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്തുവാണെന്നറിയാമോ? പഴയ നിയമത്തിൽ നിന്ന് ഏറ്റവും അധികം വാക്യങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. പഴയ നിയമത്തിൽ നിന്ന് ഏറ്റവും അധികം വാക്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം വാസ്തവമാണ്, അതിന് രണ്ട് കാര്യം വാസ്തവമാണ്. ഒന്ന്, എഴുത്തുകാരൻ പഴയ നിയമത്തിൽ നല്ല പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. രണ്ട്, വായിക്കുന്ന ആളുകൾക്കും പഴയ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. മനസ്സിലായോ? എബ്രായ ലേഖനം വായിച്ചാൽ നമുക്ക് ഈ രണ്ട് കാര്യം വ്യക്തമാണ്. എഴുതിയവന് പഴയ നിയമത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. കാരണം ഒത്തിരി പഴയ നിയമവാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ കാണാം. ഒരു വേദപണ്ഡിതൻ പറഞ്ഞേക്കുന്നത് ഏതാണ്ട് 1/3 പഴയ നിയമ ഉദ്ധരണിയാണെന്നാണ് പറയണേ. ഞാൻ ഇനി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഏതാണ്ട് 1/3 പഴയ നിയമ ഉദ്ധരണിയാണ്. അപ്പം ഇത് വായിക്കുന്ന ആൾക്കും പഴയ നിയമത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഏതോ ഒരു ഗ്രൂപ്പിനാണ് ഈ ലേഖന എഴുത്തുകാരൻ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പം വേദപുസ്തക എഴുത്തുകാരിൽ പഴയ നിയമത്തെ ഇതുപോലെ അറിയാവുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അത് പൗലോസ് തന്നെ. കാരണം ഗമാലിയേലിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് പഠിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യമായിട്ട്, അതുകൊണ്ടാണ് ഇത് പൗലോസ് ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ കാരണം. കാരണം ന്യായപ്രമാണത്തെ അതുപോലെ അറിയാവുന്നൊരു മനുഷ്യനാണ്. ഇനി നോക്കിക്കോ, മർക്കോസിൻ്റെ സുവിശേഷം പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അധികം പഴയ നിയമ ഉദ്ധരണികൾ നിങ്ങൾ കാണത്തില്ല. വളരെ കുറവേ ഉള്ളൂ. കാരണം മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയേക്കുന്നത് ജാതികൾക്കാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. പഴയ നിയമത്തെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാർ മാത്രം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ കാണാം. യഹൂദന്മാർ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. ഉദാഹരണം, സ്വർഗരാജ്യം. അത് മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം കാണുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ദൈവരാജ്യം എന്നാണ് കാണുക. ഇത് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. പക്ഷെ യഹൂദൻ ഒരിക്കലും ദൈവമെന്നുള്ള പദം എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. അതിന് ദൈവത്തിന് പകരം സ്വർഗം എന്ന പദം ഉപയോഗിക്കുക. അതുകൊണ്ടാണല്ലോ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പം പറയുന്നത്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും സ്വർഗം ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തോട് എന്തോ വാസം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോടും എന്നുള്ളതിനാണ് ആ പദം ഉപയോഗിച്ചേക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, മത്തായി സുവിശേഷത്തിൽ വംശാവലി എഴുതുമ്പോൾ അത് യഹൂദന്മാർക്കാണല്ലോ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമീന്നാണ് തുടങ്ങിയത്. കാരണം യഹൂദ വംശം ആരംഭിക്കുന്നത് എവിടുന്ന്? അബ്രഹാമീന്നാണ്. ലൂക്കോസ് വംശാവലി കൊണ്ട് അവസാനിപ്പിക്കുന്നത് ആദാമിലാണ്.
ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചുമ്മാതൊന്നുമല്ല ഓരോരുത്തരെ സെലക്റ്റീവായിട്ട് എഴുതുന്നത്. വളരെ സെലക്റ്റീവായിരുന്നു. ഇത് യഹൂദന്മാരോടുള്ള സന്ദേശമായതുകൊണ്ട് യേശുവിനെ അബ്രഹാമിൻ്റെ വംശാവലിയുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? കൊണ്ടുകെട്ടി. കാരണം യഹൂദൻ ഏറ്റവും വിലപ്പെട്ടവൻ അബ്രഹാമാണ്. എന്നാൽ ലൂക്കോസ് പറഞ്ഞു, ഞാൻ സകലവും ക്രമമായി പഠിച്ചിട്ട് ചിന്തിച്ചിട്ട് അവൻ കൊണ്ട് കെട്ടിയത് ആദാമിലാണ്. അവിടെ അവസാനം കഴിക്കുന്നു, ആദാം ദൈവത്തിൻ്റെ മകൻ. അങ്ങനെ ആദാം ദൈവത്തിൻ്റെ മകനാകുന്നേ? ആദാമിന് എന്തെങ്കിലും പിതൃത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജനിപ്പിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അതിൻ്റെ കണ്ടുപിടുത്തവൻ അല്ലെങ്കിൽ അല്ലേ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാം അല്ലേ. മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിചാരിച്ച് ഇവിടുത്തെ എല്ലാം പുള്ളിയുടെ മക്കളാണെന്ന് അതിൻ്റെ അർത്ഥം അല്ലല്ല. ഈ രാഷ്ട്രത്തിന് ജന്മം കൊടുക്കാനായിട്ട് കാരണഭൂതനായി തീർന്ന ഒരുത്തനെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അപ്പോഴാ ആദാമിനെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ടാണ് ആദാം ദൈവത്തിൻ്റെ മകനെന്ന് പറയാൻ കാരണം. അപ്പം ഞാനിതെല്ലാം പറഞ്ഞു തന്നതിൻ്റെ പുറകിൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഇത് ആരെഴുതുന്നു, ഇത് ആർക്ക് എഴുതുന്നു എന്നുള്ളതെല്ലാം അവരുടെ എഴുത്തിൽ റിഫ്ലക്റ്റ് ആണ്. ഉദാഹരണം, ഒരപ്പൻ മകന് എഴുതുന്ന കത്തും അപ്പൻ ഭാര്യയ്ക്ക് എഴുതുന്ന കത്തും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണും, ഇല്ലയോ? ഒരിക്കലും ഒരപ്പൻ ഭാര്യയ്ക്ക് എഴുതിയ കത്ത് നീ വായിച്ചു കഴിഞ്ഞിട്ട് അവനും കൂടെ കൊടുത്തോളാൻ പറയത്തില്ല. കാര്യം എന്നാ? ശൈലി വ്യത്യാസമാണ്, ഭാഷ വ്യത്യാസമാണ്. നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടോ? ശൈലിയും ഭാഷയും വ്യത്യാസം. അതവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പദങ്ങളാണ് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ ഇൻറ്റിമസി അതിനകത്ത് വെളിപ്പെടുന്നത്. എന്നാൽ മോൻ എഴുതിയ കത്ത് എന്ത് ചെയ്യും? എടാ അമ്മയ്ക്ക് കൊടുത്ത് വായിക്കാൻ കൊടുക്കണമെന്ന് പറയാം. പക്ഷെ നേരെ തിരിച്ചെന്ത് ചെയ്യത്തില്ല, ആരും സുബോധമുള്ളവരാരും ചെയ്യത്തില്ല. അല്ല, ചില മിടുക്കന്മാർ പണ്ടപ്പൻ അമ്മമാർക്ക് എഴുതിയ കത്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പിൽക്കാലത്ത് അമ്മ സൂക്ഷിച്ചു വെച്ചതൊക്കെ. അതേമാതിരി തുറന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം ആ എഴുത്തിൻ്റെ കണ്ടന്റ് വായിച്ചാൽ, ഉള്ളടക്കം വായിച്ചാൽ ഇതാർക്കാർക്ക് എഴുതാന്നറിയാം. അപ്പോഴാ ഒരു പുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ 2-3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ പോയിന്റ് എന്തുവായിരുന്നു? ഇത് എഴുതാനുള്ള സാഹചര്യം. 2, ആരാ എഴുതിയേ? 3, ആർക്കെഴുതി? നോക്കിക്കേ, ലേഖനങ്ങളുടെ എല്ലാം തുടക്കത്തിൽ കാണാം കൊരിന്തിൽ ഉള്ള വിശ്വാസികൾക്ക് എഴുതുന്നത്. ഈ പറയുന്ന കാര്യം പ്രധാനമായിട്ടും കൊരിന്ത് സഭയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത്. ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പം അവരുടെ എല്ലാം സഭകളിലുണ്ടായിരുന്ന വിഷയമാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. പിന്നെ ചില പൊതു ലേഖനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സഭയ്ക്ക് വേണ്ടി അല്ലാതെ അത് വിശ്വാസികൾക്ക് അവിടെയും ഇവിടെയും എവിടെയുമുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. കപ്പദോക്യയിലും ബിദുക്യയിലും പൃഗ്യയിലും എന്നൊക്കെ പറഞ്ഞ് എല്ലാ വിശ്വാസികളെയും കൂടെ കൊണ്ടെഴുതുന്നത്. അതിനെയാണ് പൊതുലേഖനങ്ങൾ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച 3 കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇനി അതാണ് ഇനി അടുത്തല്ലേ. ഈ ലേഖനം ആർക്കെഴുതി, എന്താ എഴുതിയ, കാരണമൊക്കെ എങ്ങനെ, അവിടാണ് നമ്മൾ
ബൈബിൾ നിഘണ്ടു, ബൈബിൾ കമൻട്രി, ബൈബിൾ ഡിക്ഷണറി, ഇതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ബൈബിൾ നിഘണ്ടു നോക്കണം, ബൈബിൾ കമൻട്രി നോക്കണം. കാരണം അവരൊക്കെ കുറേ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, ഇപ്പോൾ അവൈലബിളാണ്, ഇതെല്ലാം ഇപ്പം നമുക്ക് കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ വായനാശീലം അനിവാര്യമാണ്. ഞാനൊരു പുസ്തകത്തിൽ നിന്നൊരു വാക്യം എടുത്ത് വായിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആ വാക്യത്തെക്കുറിച്ച് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം. ഇത് ആർക്കാ എഴുതിയേ? ഇനി വേറെ പുസ്തക വ്യാഖ്യാന ശാസ്ത്രം പഠിപ്പിച്ചപ്പം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതെന്തുവാണെന്നറിയാമോ? അല്ല, അത് ഭാഷാശൈലി എന്ന് പറഞ്ഞാൽ ഇത് കാവ്യമാണോ ഗദ്യമാണോ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി എന്തുവാ? ഈ ഭാഗത്ത് ഇത് എഴുതാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കവിതാരൂപത്തിലാണോ എഴുതിയേക്കുന്നത് അതോ കാവ്യരൂപമാണോ? കവിതാരൂപമാണെങ്കിൽ അതിനകത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിലെ എല്ലാറ്റിനും എന്ത് കാണത്തില്ല? കാവ്യ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, പ്രാസം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കണമെങ്കിൽ ഒത്തിരി പാടാ. ഇതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലൊരു ദൈവകൃപയും കൂടെ നമുക്ക് ലഭിച്ചാലുണ്ടല്ലോ, സൂപ്പറായി. അപ്പം നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. സാധാരണ കറി വയ്ക്കാൻ നേരത്ത് സ്ത്രീകളെ കുറിച്ച് പറയും ഒരു കൈപ്പുണ്യം കൂടെ വേണമെന്ന് പറയും. ഇതെവിടാ കിട്ടുക? കൈപ്പുണ്യം കേട്ടിട്ടില്ലേ? അവ കേട്ടിട്ടില്ലേ? ഒരേ കഷ്ണം എടുത്തിട്ട് ഒരു 4 സ്ത്രീകളോട് സാമ്പാർ വയ്ക്കാൻ പറ, അല്ലെങ്കിൽ 4 സ്ത്രീകളോട് അവിയൽ വയ്ക്കാൻ പറ. ഒരാൾ അവിയൽ വെച്ച് പറഞ്ഞാൽ ആ അവിയലിൻ്റെ കുറച്ച് ചാറ് ഒഴിക്കാൻ പറയേണ്ടി വരും നമ്മൾ. എല്ലാവർക്കും ഒരേ കഷ്ണവും ഒരേ ഇതുവാ കൊടുത്തേ, പക്ഷെ ചിലത് വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല. അവിടെ നമ്മൾ സാധനം ഒരു കൈപ്പുണ്യം കൂടെ വേണമെന്ന് പറയും. പ്രസംഗശാസ്ത്രത്തിൽ ആ കൈപ്പുണ്യത്തിൻ്റെ പേരാ ദൈവകൃപ. ഒരു ദൈവകൃപയും കൂടെ വേണം, ഒരു ദൈവ സാന്നിധ്യം കൂടെ വേണം. അപ്പം ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടും ഒരു ദൈവകൃപ കൂടെ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ എറിയുന്ന വചനം കൃത്യമായിട്ട് ആളുകളുടെ മേൽക്കൊള്ളും. ഇനി സഭാപ്രസംഗി 11-ാം അധ്യായത്തിന് 1-ാം വാക്യാണോ നോക്കിയേ. എന്ന് പറഞ്ഞാൽ എന്തു അതിൻ്റെ അർത്ഥം? വചനം വിതയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അത് വെള്ളത്തിന്മേലെറിയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? സമ്പത്തിനെ കുറിച്ചാണോ പറയണേ? താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കും. ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത് പറയുന്നു, ഒരു ഓഹരിയെ 7 8 വിഭജിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥമായി ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയത്തില്ലല്ലോ. ആ ആ എന്തുവാ ഇതെല്ലാം കൂടെ പറഞ്ഞു വരുന്നേ പുള്ളി? ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളാണല്ലോ ഈ പറയണേ. ഇനി അടുത്തത് ആ ആ ആ ആ ആ ആ
ആ എന്തുവാ ഇവിടെ പറയുന്നേ സഭാപ്രസംഗി? ഇതെന്തുവാ മൂപ്പര് ഈ പറയണേ? ഓക്കെ, അതൊരു ജനറൽ. ഈ പറയുന്നതെല്ലാം കൂടെ എന്തോതിനെ കുറിച്ചാണ്? ബി ആക്റ്റീവ്. പിന്നെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാളിന് ശേഷം നീ അതിനെ തിരികെ പ്രാപിക്കും. അപ്പം വെള്ളത്തിൽ ഇട്ടാൽ തിരിച്ചു കിട്ടും. ആ നേരം ഒന്ന് മീൻ അടിച്ചോണ്ട് പോകത്തില്ലേ? ഇല്ലയോ? ഇനി മീൻ കൊണ്ടുപോയില്ല തന്നെ അവിടെ പൂത്ത് ചെയ്ത് പോകത്തില്ലേ? അപ്പൊ ഇത് അപ്പമാണോ ഇത്, അതോ വേറെ വല്ലതും ആണോ? ഇനി അടുത്ത വാക്യം എന്തുവാ? ഒരു ഓഹരിയെ 7 8 നീ എന്ത് ചെയ്യേ? വിഭജിക്ക്. ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത് ആർക്കും അറിയത്തില്ലല്ലോ. അടുത്തത് എന്തുവാ? മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ നിറഞ്ഞിരുന്നാൽ ഭൂമി മഴ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാ വീണിട്ട് തന്നെ കിടക്കും. കാറ്റിനെ വിതയ്ക്കുന്ന വധിക്കത്തില്ല, മേഘങ്ങൾ. ഇതെന്ത് ഈ പറയുന്ന മുഴുവനും മണി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ഈ പറയുന്ന മുഴുവൻ എന്തുവാണെന്നറിയാമോ? പണവും പണത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടാ. ഇനി അത് ആദ്യം തൊട്ട് വാ. മണി ഈസ് യുവർ ബ്രെഡ്. പണം നിന്റെ അപ്പമാ. ആണോ? ഇല്ലയോ? മണി ഈസ് യുവർ ബ്രെഡ് അല്ലേ? പണമാണ് നമ്മുടെ അപ്പം. അതിനെ നീ എന്ത് ചെയ്യണം? വെള്ളത്തിന് മീതെ എറിയാന്ന് പറഞ്ഞാൽ മറ്റ് ഭാഷാന്തരങ്ങൾ പഠിച്ച സോ ബിയോണ്ട് ദ സീ, കടലുകൾക്കപ്പുറത്തേക്ക് എറിയുക എന്നുള്ളതാണ്. അല്ലാതെ വെള്ളത്തിൽ കൊണ്ടിടാന്നല്ല. അവിടേക്കാണ് നമ്മൾ മറ്റ് പല ഭാഷാന്തരങ്ങളും എബ്രായ ഗ്രീക്ക് ഭാഷയൊക്കെ എടുത്ത് നോക്കണ്ടേ. അപ്പോൾ വേർ ടു ഇൻവെസ്റ്റ് യുവർ മണി, നിന്റെ പണം നീ എവിടാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? എന്നിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നു, ഡിവൈഡ് ഇറ്റ് ഇൻടു 7 or 8 പോർഷൻസ്. എല്ലാം കൂടെ ഒറ്റ ഒരു കാര്യത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. എല്ലാം കൊണ്ട് ഷെയർ മാർക്കറ്റ് ഇടരുത്. പൊട്ടിയാ പോയി. കുറച്ച് ഭൂമിയിലിട്, കുറച്ച് ഷെയർ മാർക്കറ്റിലിട്, കുറച്ച് സ്വർണ്ണത്തിലിട്ടോ. സ്വർണ്ണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കാത്ത നമുക്കതല്ല. കുറച്ച് അവിടെ ഇട്. 7 or 8 പോർഷൻസ് ആയിട്ട് ഉപയോഗിക്കേ. ഡിവൈഡ് ഇറ്റ് ഇൻടു 7 or 8. എന്നിട്ട് എന്താ പറയുന്നേ? അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അതെ അതെ, വാക്യം വായിച്ച് 7 or 8 വിഭജിക്കുക. അവിടെ നീക്കൊണ്ടേ. നീ ഇൻവെസ്റ്റ് ചെയ്തതിൽ നാളെ എന്താ ഉണ്ടാവാൻ പോണെന്ന് നമുക്കറിയില്ല. എല്ലാം കൂടെ ഒരുത്തരത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലോ? പലർക്കും പറ്റിയ പരാജയമാ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു? ഒറ്റ ഒരെണ്ണത്തിലായി പോയി. ഒന്ന് പൊട്ടിയാലും മറ്റേത് എന്ത് ചെയ്യണം? നമുക്ക് നന്മ ലഭിക്കണം. കാരണം എന്തോ ഉണ്ടാവാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഷെയർ മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം കൂടെ പൊട്ടിപ്പോയി. അതോടുകൂടെ എന്ത് ചെയ്തു? പോയി ആത്മ എല്ലാം പൊട്ടിപ്പോയി. പറയുന്നത് അതത് 7 or 8 എന്ത് ചെയ്തായിരുന്നു? ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിലോ 8 പോയുള്ളൂ. ബാക്കി 7 കയ്യിലുണ്ടല്ലോ. കാരണം നാളെ എന്തോ ഉണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ആര് വിചാരിച്ചു കൊറോണ വരുമെന്ന്? ആര് വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടുമെന്ന്? എന്നിട്ട് പറയുന്നു, മേഘത്തിൽ മഴ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്തിരിക്കും? മഴ പെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നിനക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. ബട്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ദ റൈറ്റ് പ്ലേസ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? റൈറ്റ് പ്ലേസ് ആയിരിക്കണം. അത് എല്ലാം കൂടെ ഒരുത്തരത്ത് കൊണ്ട് എന്ത് ചെയ്യരുത്? ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. അടുത്തത്
എന്ന് പറഞ്ഞാൽ പോയാ പോയിട്ടോ, എല്ലാം കൂടെ ഒരുത്തരത്ത് കൊണ്ടിട്ട പൊട്ടി. പുരുഷൻ അവിടുന്ന് എഴുന്നേറ്റ് വരത്തൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഇനി നിങ്ങൾ ആ ബിസിനസ് കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ചിന്തിച്ച് നോക്കിയേ. അടുത്തത്, പേടിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യും? ഇത് പൊട്ടുവോ? ആ കാറ്റിനെ വിചാരിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ 1000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മോദി പറച്ചു, എന്തുവാ നാളെ തൊട്ട് 1000 രൂപ എടുക്കത്തൂല. പൊട്ടിയതാ. നീ എല്ലാം കൂടെ ഒരുത്തരത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ പോയി നിനക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് കാറ്റിനെ പേടിച്ച നീ വിതയ്ക്കത്തുമില്ല, മേഘങ്ങളെ നോക്കിയാ നീ കൊയ്യത്തുമില്ല, പൊട്ടുമായിരിക്കുന്നേ. 8-1 പൊട്ടിപ്പോയി, പോട്ടെ. ബാക്കി 7 നിന്ന് എനിക്ക് കിട്ടിയത് എന്തുവാ? ഈ നഷ്ടം കൂടെ നികത്തി. 8-1 പൊട്ടി, അത്ര വലിയ പോളൂ. ബാക്കി 7 ഉണ്ടല്ലോ, ആ 7 എന്തോ ഇത് 30, 60, 100 പേര് ഉണ്ടാക്കി. ഒരുത്തന്ന് 30%, ഒരുത്തരത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്തു 30% കിട്ടി, വേറൊരുന്ന് 40% കിട്ടിക്കാണ്, അല്ലെങ്കിൽ 60% കിട്ടിക്കാണ്, മറ്റേന്ന് 100 കിട്ടി. എല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ പൊട്ടയല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്. വായിച്ചോ. കാരണം നിനക്കറിയത്തില്ല ഇത് എങ്ങോട്ടാ മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഈ ട്രെൻഡ് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല നിനക്ക്. കാറ്റിൻ്റെ ഗതി എങ്ങനെയൊന്നും nobody can predict. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളിയാണ് ഇത്. അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ആശയം ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞേ, നമ്മൾ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോഴും എന്താണ് സഭാപ്രസംഗി ഇവിടെ, ഇത് സാരോപദേശങ്ങളാ. നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നാ ഈ പറഞ്ഞു തരുന്ന മുഴുവൻ. അതുകൊണ്ട് സഭ നടത്തേണ്ടത് എങ്ങനെയാണെന്നല്ല ഇവിടെ സഭാപ്രസംഗി പറയുന്നത്. സഭാപ്രസംഗി പറയുന്ന സഭയുടെ പ്രസംഗിയൊന്നും അല്ലത്. ഇത് നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ. അപ്പോൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വല്ലോടത്തൊക്കെ എന്തോ ചെയ്തോണം, ഇൻവെസ്റ്റ് ചെയ്താലേ. അയ്യോ കർത്താവ് വരുമ്പം പോകാന്നേ, നീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇട്ട് വെച്ച് പോകണമെന്നാ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുമല്ലോ. ഒരു പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടാ മൂപ്പര് വരുന്നതെന്ന് വെച്ചാലോ, അതും കൂടെ ചിന്തിക്കേ. നിന്റെ യജമാനൻ വരാൻ അല്പം വൈകിയാലോ, വരുമ്പം നമുക്ക് കളഞ്ഞേച്ച് പോകാന്നേ. അതുവരെയുള്ളത് എൻജോയ് യുവർ ലൈഫ്. സോ യുവർ സീഡ്. നിന്റെ വിത്ത് നിന്റെ അപ്പമാണ് അല്ലേ? ആണ്. നമ്മുടെ ഇരിക്കുന്ന വിത്ത് നമ്മുടെ അപ്പമാണ്. ഈ വിത്ത് അല്ലെങ്കിൽ പണം ഇതെല്ലാം സീഡാ. വേണമെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അവിടെ കയറി മസാല ദോശയും അല്ലെങ്കിൽ കുഴിമന്തിയും വാങ്ങിച്ചെന്ത് ചെയ്യാം, തീർക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുള്ള ചിന്തിക്കണ്ടേ. What I am going to do with my seed? Seed is my bread. ഇതെൻ്റെ അപ്പമാണ്. ഈ അപ്പത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വേണമെങ്കിൽ തിന്ന് തീർക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുമ്പം എല്ലാം കൂടെ എടുത്തെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ആക്രാന്തം എടുത്ത് എല്ലാം കൂടെ ചെയ്യരുത്. നമ്മുടെ മലയാളിക്കുള്ള ഏറ്റവും വലിയ ദോഷം അതാ. എല്ലാം കൂടെ കൊണ്ട് ഇടല്ലേ, പലയിടത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേ. പൊട്ടിയാ പോയേ, വീണടുത്ത് കിടക്കും, ഓർത്തോ. അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബാക്കി നാളെയും മറ്റന്നാളും കൂടെ ഉണ്ട്. ബാക്കി 2 ഇതും കൂടെ തീർത്ത് നമ്മൾ ഈ കോഴ്സ് നമ്മൾ അവസാനിപ്പിക്കും.